സൗദി പ്രോമോട്ടിക്ക് പാസ്സായതാ. റെഗുലറായിട്ടൊരു 2 months ഓൺലൈൻ കോഴ്സും പിന്നെ ഒരു ക്രാഷ് കോഴ്സും മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ എനിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആക്ച്വലി 3 മാസത്തെ ഉണ്ടായിരുന്നു. 2 മാസത്തെ ഡ്യൂട്ടിയൊക്കെ കാരണം കൊണ്ട് എനിക്ക് മിസ്സായി. 2 മാസത്തെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നല്ലതായിട്ട് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു. എൻ്റെ ഒരു വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തന്നെയായിരിക്കും ക്രാഷിന് വന്നു കഴിഞ്ഞാലും ഇതേ കാര്യം തന്നെയായിരിക്കും റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വിചാരം. അത് എൻ്റെ ഒരു കൊളീഗ പറഞ്ഞു, ഇവിടെ വന്ന് പഠിച്ച കുട്ടി തന്നെ പറഞ്ഞു, ക്രാഷ് എന്തായാലും ജയിച്ചു പോയി അറ്റൻഡ് ചെയ്യണം, അതൊരു കുറച്ചും കൂടെ യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ക്രാഷ് അറ്റൻഡ് ചെയ്യാൻ ഇവിടെ വന്നത്. ക്രാഷ് അറ്റൻഡ് ചെയ്യാൻ വന്ന ഫസ്റ്റ് തന്നെ ഓൺലൈൻ ക്ലാസ് ചെയ്യുമ്പോൾ ഡെമോ ക്ലാസ് വന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഈ ക്ലാസ് വേണ്ട, കാരണം സാറ് ഇടയ്ക്ക് പിള്ളേരെ വഴക്ക് പറയുന്നത് കേട്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്, ഈ ക്ലാസ് ശരിയാവില്ല എന്ന് തോന്നി. പിന്നെ എന്തായാലും ഡെമോ അറ്റൻഡ് ചെയ്യാൻ വന്നതല്ലേ, ഫുൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഫുൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു, എനിക്ക് ഈ ക്ലാസ് അല്ലാണ്ട് വേറൊരിടത്ത് ഞാൻ പോവില്ല, എനിക്കിതാണ് ബെസ്റ്റ് ചോയ്സ് എന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലാക്കി. ക്രാഷ് കോഴ്സിന് വന്നു. ക്രാഷ് കോഴ്സിന് വന്നപ്പോൾ തന്നെ ഇരിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറേ ഉണ്ടായിരുന്നു. എനിക്ക് ബാക്കിന് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉള്ളത്. പക്ഷെ എനിക്കിത് കിട്ടിയേ പറ്റൂ എന്നുള്ളത് കൊണ്ട് ഞാനിവിടെ കഷ്ടപ്പെട്ടിരുന്ന് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ റൂംമേറ്റ്സ് ഉണ്ടാവുമല്ലോ ഇവിടെ വന്നിട്ട്, റൂംമേറ്റ്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നുന്നു നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല, സാറ് നമ്മുടെ തലയ്ക്ക് അത് കുത്തിക്കെട്ടി തരും. അതാണ് അവസ്ഥ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാൻ 10 days കഴിഞ്ഞിട്ട് പോയി എക്സാം എഴുതി, പാസ്സായി. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാകാൻ പറ്റി എനിക്ക്. പിന്നെ ഇവിടെ വേറെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ കുറേ ടീച്ചേഴ്സും സാർമാരൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് അതിൽ നിന്ന് ആൻറ്റിൻ സാറിനെ എങ്ങനെയാണ് കുറച്ച് ഇട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും ഒരു ടോപ്പിക്ക് പഠിപ്പിക്കും, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വന്നാലും സെയിം ടോപ്പിക്കാണെങ്കിലും സാർ ആദ്യം മുതൽ വീണ്ടും ആക്കാതെ തന്നെ പറയും. 2ാമത്തെ ദിവസം സെയിം ടോപ്പിക്ക് വരികയാണെങ്കിൽ സാർ വീണ്ടും ആക്കാതെ തന്നെ പറയും. അപ്പം സാധാരണ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നലെ പഠിപ്പിച്ച ടോപ്പിക്ക് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്ത് പോത്തേ ഉള്ളൂ. സാർ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ തലയ്ക്കകത്തോട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കയറ്റി തരും. എനിക്ക് എന്താ പറയുന്നത്, ഞാൻ ഈ ആൻ്റണീസ് അക്കാഡമി തിരഞ്ഞെടുത്തതാണ് എൻ്റെ ലൈഫിൽ ബെസ്റ്റായിട്ടൊരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മഗപ്പ് ചെയ്ത് പഠിക്കുന്നതിനേക്കാളും കുറച്ച് നമ്മുടെ തിയറി നോളജ് കുറേ സാറ് പറഞ്ഞു തരുന്നു, തിയറി പറഞ്ഞു തരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 10-20 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മഗപ്പ് ചെയ്ത് പഠിച്ചത്. ബാക്കിയെല്ലാം സാറ് പറഞ്ഞ തിയറി റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെ ആൻസറിനെ എങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും, അങ്ങനെയാണ് എനിക്ക് പാസ്സാവാൻ എനിക്ക് പറ്റിയെന്നാണ് എനിക്ക് 100% ഷുവറായിട്ട് എനിക്ക് പറയാൻ പറ്റും. അതാണ് എനിക്ക് കുറേ ഹെൽപ്പ് ചെയ്തു. പിന്നെ എനിക്ക് ക്ലിനിക്കൽ സൈഡിലും സാറിൻ്റെ ക്ലാസ്സസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു.